കേരള കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കിടെ ഫ്രാൻസിസ് ജോർജ് കോട്ടയം മണ്ഡലത്തിൽ സജീവമാണ്. പൊതുപരിപാടികളിലും ഇതര സംഘടനാ യോഗങ്ങളിലും ഉദ്ഘാടകനായും മുഖ്യാതിഥിയുമായും ഫ്രാൻസിസ് ജോർജിന്റെ സാന്നിധ്യമുണ്ട്. പാർട്ടി തീരുമാനിച്ചാൽ സ്ഥാനാർത്ഥിയാകുമെന്ന നിലപാടിലാണ് ഫ്രാൻസിസ് ജോർജ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള അനാവശ്യ വിവാദങ്ങളിൽ കോൺഗ്രസിനും അതൃപ്തിയുണ്ട്. കോട്ടയം ലോക്സഭാ സീറ്റ് സംബന്ധിച്ച് UDFന്റെ ഔദ്യോഗിക തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് കേരള കോൺഗ്രസ്. KM മാണിയുടെ മരുമകൻ MP ജോസഫ് ഉൾപ്പെടെ സ്ഥാനാർത്ഥിയാകാൻ ഒട്ടേറെ പേർ രംഗത്തുണ്ടെങ്കിലും മണ്ഡലത്തിൽ കളം നിറയുകയാണ് മുൻ MP ഫ്രാൻസിസ് ജോർജ്. പൊതുപരിപാടികളിലും ഇതര സംഘടനാ യോഗങ്ങളിലും പങ്കെടുക്കുന്ന ഫ്രാൻസിസ് ജോർജ് കോട്ടയം മണ്ഡലത്തിലെ വ്യക്തിബന്ധങ്ങൾ പുതുക്കുകയാണ്. ഞാൻ എപ്പോഴും വന്നു പോകുന്ന സ്ഥലമല്ലേ കോട്ടയം. ഇതുപോലെ ഇപ്പോൾ ഇവർ പരിപാടിക്ക് വിളിച്ചു, നമ്മൾ വന്നു. വാസ്തവത്തിൽ നോക്കിയാൽ ഇപ്പോൾ കേരള കോൺഗ്രസിനെ തരാനിപ്പോൾ കോട്ടയം ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി സീറ്റുകളൊക്കെ സിറ്റിംഗ് സീറ്റുകളാണല്ലോ. അപ്പം അതുകൊണ്ട് കോട്ടയമായിരിക്കണം കേരള കോൺഗ്രസിന് ലഭിക്കുക എന്നാണ് പറയാൻ കഴിയും. എന്നാലും നമുക്ക് 100% പറയാൻ കഴിയില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള എന്താ പറയുക ക്ലെയിമോ അവകാശവാദങ്ങളോ. എനിക്കൊരു അവകാശവാദമില്ല, എനിക്കൊരു ക്ലെയിമോ ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പാർട്ടി എന്ത് നിലപാടെടുക്കും, പാർട്ടി എന്ത് തീരുമാനിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കാം. പാർട്ടി ആരെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചാലും ഞാൻ വളരെ സജീവമായിട്ട് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ പ്രവർത്തനത്തിലുണ്ടാകും. ഫ്രാൻസിസ് ജോർജ്, MP ജോസഫ് എന്നിവർക്ക് പുറമെ PC തോമസും സജി മഞ്ഞക്കടമ്പിലും സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ കേരള കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥി മോഹവുമായി രംഗത്ത് വരുന്നതിൽ കോൺഗ്രസിന് അതൃപ്തിയുണ്ട്. മുന്നണിയുടെ വിജയസാധ്യതയെ ഇത് ബാധിക്കുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. UDFന്റെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ചുമതലകളിലേക്ക് കേരള കോൺഗ്രസ് കടക്കും. പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സമിതി യോഗം ചേർന്ന് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പാർട്ടി ചെയർമാൻ PJ ജോസഫിനെ ചുമതലപ്പെടുത്തും. പാർട്ടിക്കുള്ളിൽ പൊട്ടിത്തെറി ഉണ്ടാകാതെ ഒറ്റപ്പേരിലേക്ക് എത്തുക എന്നതാണ് കേരള കോൺഗ്രസിന്റെ മുന്നിലെ വെല്ലുവിളി. റിപ്പോർട്ടർ പ്രശാന്ത് തോട്ടുങ്കൽ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.